യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37 മുതൽ 39 വരെയുള്ള വചനങ്ങൾ ഇന്ന് പകലത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിനായി വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും വചനത്തെ ശ്രദ്ധിക്കുക. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആരൊക്കെ ദാഹിക്കുന്നോ അവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് യേശു വിളിച്ചു പറഞ്ഞു. അടുത്തത് അവന് ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്നേ പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. എന്തിനെ കുറിച്ചാ കർത്താവ് പറഞ്ഞത്? ആത്മാവിനെ കുറിച്ചാ പറഞ്ഞത്. വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അവിടെ കൂടാര പെരുന്നാൾ കാണാം. കൂടാര പെരുന്നാൾ നീണ്ട 7 ദിവസങ്ങൾ നിൽക്കുന്ന കൂടാര പെരുന്നാൾ. ഈ കൂടാര പെരുന്നാളിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആഘോഷത്തിന്റെ ഓരോ ദിവസവും അവിടെ ഈ ശീലോഹം കുളത്തിൽ നിന്ന് ഈ പാത്രത്തിൽ കുറെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ ഹോമയാഗത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളി കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ കൊണ്ട് ഇങ്ങനെ പകർന്നൊരിക്കും. അങ്ങനെ 7 ദിവസവും എന്തു ചെയ്യും? ശിലോവിലെ വെള്ളം കൊണ്ടുവന്ന് ഈ ഹോമയാഗത്തിന്റെ അടുത്തുള്ള പാത്രത്തിൽ കൊണ്ടുവന്ന് ആരാധന നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഒഴിക്കും. ഇത് സ്ഥിരം പരുവ. 7-ാം ദിവസം കഴിയുമ്പോൾ ഇത് നിൽക്കും. 7-ാം ദിവസം കഴിയുമ്പോൾ ഇനി വെള്ളം വേണമെങ്കിൽ വീണ്ടും പോകണം. ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോൾ യേശു അവിടെ നിന്നുകൊണ്ട് പറയാ, ദാഹിക്കുന്നവ ഏവനും ഇനി ശിലോകുളത്തോട്ട് പോകണ്ട, പെരുന്നാൾ കഴിഞ്ഞു, നീ എന്റെ അടുത്തോട്ട് വാ. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിട്ട് അടുത്ത വാക്ക അടിച്ചത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും. കുടിക്കുക മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്നിൽ വന്ന് കുടിച്ചാൽ നിന്റെ ദാഹം തീരുക മാത്രമല്ല, നിന്റെ ദാഹം തീർന്ന് നീ നിറഞ്ഞ് നിന്നീന്ന് നദി ഒഴുകും. ഹല്ലേലൂയ. ഇപ്പൊ എനിക്ക് ദാഹം കൊണ്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് എന്റെ ദാഹം തീരും. പക്ഷെ അപ്പുറത്ത് സാംബാസ്റ്റർ കൂടെ ദാഹിക്കുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഇത് മാത്രമേ ഉണ്ടെങ്കിൽ പറ്റത്തില്ല, എന്റെ ദാഹം മാത്രമേ തീരത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് നിന്റെ കപ്പ് നിറയുക മാത്രമല്ല, നിറഞ്ഞൊഴുകും. ഒഴിയാൽ നിനക്കുള്ളതല്ല, അടുത്ത് മറ്റുള്ളവർക്കാണ്. അതിന്റെ അനുഗ്രഹം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. എന്നിട്ട് ഇത് യേശു എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? 39 വായിക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ. നദി എന്ന് പറയുമ്പോൾ കർത്താവ് എന്തിനെ കുറിച്ച് പറഞ്ഞത്? ഇത് നദിയെ കുറിച്ച്, അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാണ്. അപ്പൊ ശീലോഹാകുളത്തിൽ പോയി ദിവസം കഴിഞ്ഞ് 7 ദിവസവും കൂടാരപ്പെരുന്നാളിന് വെള്ളം കോരിക്കൊണ്ടുവന്ന യഹൂദ ജനമേ, നീ റിയലായിട്ട് ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വാ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ എന്റെ അടുക്കൽ വന്നാൽ ശീലോഹാകുളത്തിൽ പോയാൽ വെറും പച്ചവെള്ളം കിട്ടും. പക്ഷെ എന്റെ അടുക്കൽ വന്നാൽ ഞാൻ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അത് നിന്റെ ദാഹം തീർക്കുക മാത്രമല്ല, നിന്നീന്ന് മറ്റു ചിലരുടെ ദാഹം തീർക്കത്തക്കവണ്ണം നിന്നീന്ന് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്താ? നിന്നിൽ നിറഞ്ഞാൽ നിനക്ക് മാത്രമല്ല അനുഗ്രഹം, നിറഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോ അത് നിന്നിലേക്കായി, നിന്റെ തലമുറക്കായി, നിന്റെ കൂടാരത്തിനായി, അടുത്ത ചിലതിനായി അത് അനുഗ്രഹമായി മാറും. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കൊതിച്ച് ദൈവാത്മാവ് നിറഞ്ഞാൽ നീ ഒരു അനുഗ്രഹമായി തീരുകയല്ല, നീ മറ്റുള്ളവർക്കും അനുഗ്രഹമാവും. നീ അനുഗ്രഹത്തിന്റെ ഒരു ചാനലായി മാറും. ഒറ്റ കാര്യമുള്ളൂ, കൊതിയോടെ ദൈവസന്നിധിയിൽ വന്നാൽ. യേശു പറഞ്ഞതാ. യേശു മരിക്കുന്ന ഒരു കാര്യം പറയാം, എന്റെ അടുക്കൽ വാ. യോഹന്നാനിൽ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, കരിസ്തൻ വരും. ഇവിടെ കുറച്ചുകൂടെ വേറൊരു മഹത്വത്തോടെ പറയാണ്, കൊതിയോടെ എന്റെ അടുത്ത് വന്ന ഞാൻ അവനെ നിറയ്ക്കും. ജീവിതത്തിൽ ദാഹത്തു ദൈവത്തിന്റെ ഒരു ദൂത് അവിടെ ഉണ്ട്.
നീ ഏത് വിഷയത്തിൽ ദാഹിച്ചു വന്നോ അവിടെ നിന്നെ നിറയ്ക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. മനോഹരമായി മറിയ പറയുന്നൊരു വചനമുണ്ട്. തൻ്റെ ഉള്ളിൽ കുഞ്ഞുരുവായി എന്നുള്ള വാഗ്ദത്തത്തിന്റെ ദൂത് കേട്ട് കഴിഞ്ഞപ്പോ മറിയ ഇങ്ങനെ പറയുന്നുണ്ട്. മനോഹരമായ വാക്കാ. മറിയ ഇങ്ങനെ പറഞ്ഞത്, വിശന്നിരിക്കുന്നവനെ അവൻ നന്മകളാൽ നിറച്ചു, സമ്പന്നരെ അവൻ വെറുതെ അയച്ചു. വിശന്നിരിക്കുന്നവരെ അവൻ നന്മകളാൽ നിറച്ചു. കൊതി, ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ നിറയ്ക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ ബ്ലെസ്സിങ് ഇരിക്കുന്ന ഒരു താക്കോൽ പറയാം, ഒരു ആഗ്രഹം, ഒരു കൊതി ഉണ്ടെങ്കിൽ നിന്നെ വെറുതെ മടക്കി അയക്കത്തില്ല, അത് നിന്നെ നിറച്ചേ അയക്കത്തുള്ളൂ. ഒരു കൊതി, എനിക്ക് മുന്നേറണം, എനിക്ക് പ്രാപിക്കണം, എൻ്റെ കർത്താവിന്റെ പ്രവൃത്തി കാണണം, എൻ്റെ കൂടാരം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ലൈഫ് ചേഞ്ച് ആകണം. ഒരു കൊതി നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ കൊതിക്കുന്ന ദാഹിക്കുന്ന ചിലരോട് പറയുന്നു, ദൈവം നിന്നെ നിറയ്ക്കും. വിശന്നിരിക്കുന്നവരെ അവൻ നന്മകളാൽ നിറച്ചു, സമ്പന്നരെ വെറുതെ അയച്ചു. അപ്പം യേശു ക്രിസ്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ യേശു പല പ്രാവശ്യം ഈ ഭൂമിയിലായിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്ര പ്രാധാന്യമുണ്ട് ലൈഫിൽ. ഞാൻ ഈ ഭൂമിയിലെ എല്ലാവരും ശ്രദ്ധിച്ചോണം, ലോജിക്കായിട്ട് ചിന്തിക്കുക. ഈ ഭൂമിയുടെ സൃഷ്ടിയെ മുതൽ മനുഷ്യ ജീവിതത്തിലും വിശ്വാസിയുടെ ജീവിതത്തിലും ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. ദൈവാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. പാരും ശൂന്യത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോഴാ. ഇന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ, സ്ഥലം കാണാൻ പോകുമ്പോൾ, കുന്നുകൾ കാണുമ്പോൾ, വാലികൾ കാണുമ്പോൾ, നദികൾ കാണുമ്പോൾ എന്ത് മനോഹരം അല്ലേ? ഫോട്ടോ എടുത്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷം. നല്ല ഫോട്ടോ, നല്ല സീനറി. ഇതൊക്കെ ആരാ സൃഷ്ടിച്ചേ? പാഴ് ശൂന്യമായി ഇരുട്ട് കയറി വെള്ളം കയറി കിടന്നെടുത്ത് ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ഇത്ര മനോഹരമാക്കി തീർത്തു. നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾക്ക് അത് നമ്മൾ ഈ ഭൂമിയിലും ദൈവത്തിന്റെ മഹത്വത്തെ കാണണം. ഹല്ലേലൂയ. ഈ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഈ പച്ചപ്പും ഈ മനോഹരതയും ഈ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ കാണുമ്പോൾ ഉൽപ്പത്തി 1:1, 2 കാണണം. പാരും ശൂന്യതമേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലും അതിന്റെ അകത്ത് നിർത്തുന്നത്. ഒരു നല്ല മല കാണുമ്പോൾ, നല്ല കുന്ന് കാണുമ്പോൾ, ഒരു നല്ല തോട്ടം കാണുമ്പോൾ, നല്ല പുഴ കാണുമ്പോൾ ആലോചിക്കണം, ഇത്ര മനോഹരമായി ഇതിനെ നിർത്താൻ പറ്റുമെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാൽ നീ മനോഹരമായി മാറും, നീ മനോഹരമായി മാറും, നീ മനോഹരമായി മാറും, നീ മനോഹരമായി മാറും. എന്ത് മനോഹരമായി മാറ്റുന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥന പഠിപ്പിക്കാൻ വന്നു. പഠിക്കണത് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ശിഷ്യന്മാര് വന്നു. യേശു പറഞ്ഞു, സ്വർഗ്ഗത്തിലെ പിതാവിനോട് പ്രാർത്ഥിക്കണം, നന്മകൾക്ക് വേണ്ടി നന്ദി പറയണം, കുറവുകളുണ്ടെങ്കിൽ അതിനെ ഏറ്റു പറഞ്ഞ് ക്ഷമിച്ചു പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥന പെട്ടെന്ന് നിർത്തരുത്, യാചിക്കുന്ന ഏവനും മുട്ടണം. സ്നേഹിതന്റെ ഉപമ പറഞ്ഞു, ഒരു പ്രാവശ്യം മുട്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിർത്താനുള്ളതല്ല, മടുത്തു പോകാതെ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞു കൊടുക്കുക, പ്രാർത്ഥന പഠിപ്പിക്കുക, മുട്ടണം. ഒരു മകൻ വന്ന അപ്പനോട് അപ്പം വേണമെന്ന് പറയുമ്പോൾ അപ്പത്തെ പോലെ വെളുത്തിരിക്കുന്ന നല്ല വിശാലമായ തോട്ടിൽ കാണുന്ന, യോർദാൻ നദിയിൽ കാണുന്ന ഏതെങ്കിലും കല്ലെടുത്ത് എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. കണ്ട അപ്പം പോലെ ഇരിക്കും, നല്ല മിനുസോ, വെള്ളം കയറി പോയി നല്ല മിനുസമായിട്ട് ദൂരെ നോക്കുമ്പോൾ ഒരു നല്ല റൗണ്ട് അപ്പം ചുട്ടിരിക്കുന്ന പോലെ തോന്നും. പക്ഷെ അതിന് പകരമായി അതുപോലെ ഇരിക്കുന്നതിനെ അപ്പം കൊടുക്കില്ല. മീൻ വേണമെന്ന് ചോദിക്കുമ്പോൾ അവിടെ കാണുന്ന മീനെ പോലെ ഇരിക്കുന്ന ഒരു പാമ്പിനെ എന്ത് ചെയ്യത്തില്ല? പിടിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ ദോഷികളായ ഈ ഭൂമിയിലെ അപ്പന്മാർ മക്കൾക്ക് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, പക്ഷെ ഒരിക്കലും ആ ദോഷമായത് എന്ത് ചെയ്യത്തില്ല? പിടിച്ചു കൊടുക്കത്തില്ല. അങ്ങനാണെങ്കിൽ സ്വർഗത്തിലെ പിതാവ് ലൂക്കോസ് 11:13 പറയുന്നു, ഹല്ലേലൂയ, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മാവിനെ എത്രയധികം കൊടുക്കും. ലൂക്കോസ് 11:13 കിട്ടിയെങ്കിൽ ഒന്ന് വായിച്ചു. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പം യേശു തന്നെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ കിട്ടും, ഇതിന് ഒരു കുറവ് ഉണ്ടാകത്തില്ല, ഏറ്റവും അധികം കിട്ടും. എന്ത് കിട്ടും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അത് കിട്ടിയാൽ ബാക്കി എല്ലാം ചലിച്ചു തുടങ്ങും. അതാണ് ഇതിന്റെ അർത്ഥം.
അപ്പൊ പ്രാർത്ഥന പഠിപ്പിക്കാൻ പറഞ്ഞപ്പോഴും ആവശ്യത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞ് അവസാനം പറഞ്ഞ് ചോദിച്ചാൽ നിനക്ക് എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവിനെ പകരും. യോഹന്നാൻ 7 പറഞ്ഞു, നീ ദാഹത്തോടെ എന്റെ അടുക്കൽ വന്നാൽ നിനക്ക് എന്ത് ലഭിക്കും? പരിശുദ്ധ ആത്മാവിനെ ലഭിക്കും. ഇവിടെ യേശു പറയുന്നുണ്ടോ? ഇനി യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ, കയറി പോകുന്നതിന് മുമ്പേ അന്ത്യകൽപ്പനയായി യേശു ഒരു കാര്യം പറയുന്നു. അതിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ഭൂമിയിൽ തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ പല പ്രാവശ്യം വിശ്വസിക്കണം, ആത്മാവിനെ പ്രാപിക്കണം, പ്രാർത്ഥിക്കണം, അധികം ആത്മാവിനെ പ്രാപിക്കണം. ഞാൻ പോകുന്ന നല്ലതാ, ഒരിക്കലും ദുഃഖിക്കേണ്ട, കാര്യസ്ഥൻ വരും, അത് ഏറ്റവും നല്ലതാ, എന്നേക്കും ഞാൻ ഇന്ന് പോയാലും എന്നേക്കും നിങ്ങളുടെ കൂടിരിക്കുന്ന ആത്മാവ് ഇറങ്ങി വരും, സഹായകനാകും. ഇതെല്ലാം പറഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പേ യേശു തന്റെ ശിഷ്യന്മാരോടും കൂട്ടരോടും ഒരു കാര്യം പറയുന്നുണ്ട്. ലൂക്കോസ് 24:49. അതിനുശേഷം അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 1:4 തൊട്ട് വായിക്കണം. ലൂക്കോസ് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അവിടെയും പറയാണ് ഫൈനൽ മെസ്സേജ്. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളെ അയക്കും. ഞാൻ അയക്കുന്നത് പിതാവിന്റെ വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അയച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താ? നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു. ഇവിടെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കണം. ഞാൻ എന്തിനെ അയക്കും? പരിശുദ്ധാത്മാവിനെ അയക്കും. ഇനി അപ്പുറത്ത് അപ്പോസ്തലപ്രവൃത്തി 1:3 തൊട്ട് വായിച്ചേ, വളരെ മനോഹരമായി കാണാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 3 തൊട്ട് വായിച്ചേ. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. യേശു കർത്താവ് നീണ്ട ദിവസങ്ങൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ, അപ്പൊ ലൂക്കോസ് 24 പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാണ് ഇപ്പോൾ ഇവിടെ. അങ്ങനെ കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, ലൂക്കോസിൽ പറഞ്ഞ ഒന്നും കൂടെ വിശദീകരിക്കാം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, ഇവിടുന്ന് പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പ്രോമിസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഒന്ന്, നിങ്ങൾ കുതിച്ചു പ്രാർത്ഥിക്കണം. ദാഹത്തോടെ എന്റെ അടുത്ത് വരണം. ഇവിടെ എന്തോ പറഞ്ഞേ? വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, യോഹന്നാൻ വെള്ളം കൊണ്ട് എന്ത് ചെയ്തു? സ്നാനം കഴിപ്പിച്ചു, ബാപ്റ്റിസം ചെയ്തു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ, അധികം താമസിക്കത്തില്ല, ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അടുത്ത ഒരു സ്നാനം ഞാൻ തരാൻ പോകുകയാണ്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. യേശു പറയാണ്, കാത്തിരുന്നോ, ഇവിടം വിട്ടു പോകരുത്, ഞാൻ പോവാ, പക്ഷെ നിങ്ങൾ ഇവിടെ കാത്തിരുന്നോ. ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രോമിസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മേൽ ഞാൻ അയക്കാൻ പോവുകയാണ്, ആ വാഗ്ദത്തത്തെ അയക്കാൻ പോവുകയാണ്. അപ്പൊ യേശു കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോഴും മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പേയും അതിശക്തമായി പറഞ്ഞൊരു കാര്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. നിങ്ങൾ വെള്ളം കൊണ്ട് സ്നാനപ്പെട്ടു, വെള്ളത്താൽ സ്നാനമേറ്റു, ശരി, വെയിറ്റ് ചെയ്തോ, അധിക നാൾ എടുക്കത്തില്ല, ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ത് ചെയ്യും? വെള്ളത്തിൽ സ്നാനപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിലേക്ക് ഒരു വ്യക്തിയെ മുഴുവൻ എന്ത് ചെയ്യുക? നോക്കുകയാണ്. ചില സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ സ്നാനക്കട്ടം, പുനലൂരുണ്ട് സ്നാനക്കട്ടം, അവിടെ എന്താണ്? ഇറങ്ങി മുങ്ങി കുളിക്കാനുള്ള പ്രത്യേക കടവൊക്കെ ഉണ്ടാക്കി സൗകര്യം വരുത്തിക്കുക. മറ്റിടത്ത് പോയാൽ ചത്തു വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒഴുക്കിപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ വലിയ കുഴപ്പമില്ലാതെ പബ്ലിക്കിന് ഇറങ്ങി നിന്ന് കുളിക്കാൻ ഒരു ചെറിയ സൗകര്യം, ആ ആഴത്തിൽ നിന്നാൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. അതാണ് അനുഭവം. മൊത്തത്തിൽ മുങ്ങി പോകുന്ന അനുഭവം, മൊത്തത്തിൽ നനഞ്ഞു കുതിർന്ന് കയറുന്ന അനുഭവം. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഹല്ലേലൂയ. ഒരാൾ കുളിച്ചിട്ട് നമ്മൾ കയറി വരുമ്പോൾ എങ്ങനെ നമുക്കൊരു അനുഭവം തോന്നുന്നത്? ഒന്ന് ഫ്രഷ് ആവും, ഒന്ന് എന്ത് ചെയ്യും, മൊത്തത്തിൽ ഒരു നനഞ്ഞൊരു പ്രത്യേക അനുഭവം. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ബാപ്റ്റിസം ഉണ്ടെന്ന്, നിനക്ക് പുതു അനുഭവത്തെ തരുന്ന, നിന്നെ കുതിർക്കുന്ന, ആള് മാറിയവനെ പോലെ ആക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവമുണ്ട്. ഏറിയ നാൾ കഴിയും പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യും?
അപ്പോസ്തലപ്രവൃത്തി 1:8 വായിച്ചു. 1:8 8ാമത്തെ വാക്യം വായിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവുമെന്ന് പറഞ്ഞു. ഇത് കിട്ടിയ നീ ഒരിടത്ത് ഒതുങ്ങത്തില്ല, നിന്റെ പരിധി പൊട്ടും. ഇപ്പൊ നീ കാത്തിരിക്കുന്ന യെരൂശലേമിലാണെങ്കിലും ഇത് യെരൂശലേം കൊണ്ട് ഒതുങ്ങത്തില്ല. ലോകത്തിന്റെ അറ്റത്തോളം ഇത് എത്തും. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ 10-ാം തീയതി ഓഗസ്റ്റ് മാസം 2025 ഹല്ലേലൂയ ഈ 12:30 കഴിഞ്ഞ സമയത്ത് ഈ ഹോളിൽ വെച്ച് ഞാൻ മൈക്ക് വെച്ച് പറയാനും ഒരു കാരണം, അന്ന് പരിശുദ്ധമോ പറഞ്ഞതാ. ഹല്ലേലൂയ. ഇത് യെരൂശലേമിൽ ഒതുങ്ങത്തില്ല, ശക്തി ലഭിച്ചത് പടരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലതിനോടൊരു ദൂത് പറയാ. നീ ദൈവശക്തിക്ക് വേണ്ടി കൊതിച്ചിരുന്നോ? നിന്നെ ഒരു പരിധിക്കപ്പുറത്ത് ഒതുക്കാൻ പറ്റത്തില്ല. നീ പടര്, നിനക്ക് വർധനവുണ്ടാവും, നിനക്കൊരു മുന്നേറ്റമുണ്ടാകും. പരിശുദ്ധാത്മാവ് നിന്റെ അതിരുകളെ വിശാലപ്പെടുത്തും. ചിലർ പ്രാർത്ഥിച്ചോ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ നിറവിനായി, ആത്മസ്നാനത്തിനായി പ്രാർത്ഥിച്ചോ. നിന്റെ അതിരുകളെ ദൈവം വിശാലപ്പെടുത്തും. ഇന്നും ചലിക്കുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട് നിന്റെ ലൈഫിനെ മാറ്റാൻ, നിന്റെ കൂടാരത്തെ മാറ്റാൻ. അല്പമിട്ട് പ്രാർത്ഥിച്ചോ. ഇത് പറയുമ്പോൾ തന്നെ എന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചിലതിന്റെ മേൽ ആത്മാവ് തൊടുകയാണ്. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ അങ്ങേ അറ്റത്തോളം മാറ്റുന്ന, നിന്നെ ചലിപ്പിക്കുന്ന, നിനക്ക് യാത്രകളെ തരുന്ന, നിനക്ക് മുന്നേറ്റത്തെ തരുന്ന, നിന്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അധികം താമസിക്കാതെ നിന്നിൽ തൊടാൻ പോകുകയാണ്. നിന്റെ കൂടാരത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. നിന്റെ ഭാവിയിൽ വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങളെ തട്ടി ആത്മാവിശേന്ന് ഈ ദൂതിനെ സ്വീകരിച്ച് ഇത് പ്രാപിക്കുന്ന സമയമാണ്. ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണ്. പരിശുദ്ധാത്മാവിൽ നിറയുന്ന സമയമാണ്. നിനക്കൊരു മുന്നേറ്റം ഉണ്ടെന്ന് തെളിയിക്കാൻ പോകുക. പിശാചി വെച്ച പരിധികൾ പൊട്ടിച്ച് ഒരു ദൂരയാത്ര ഏലിയാവിന് കൊടുത്ത പോലെ, ശക്തിപ്പെടുത്തി കൊടുത്ത പോലെ, ചില വാക്തത്വം ചില നാളായി കേട്ട ചില വാക്തത്വങ്ങൾ നിറവേറാൻ സമയമായി. വേറെ ഒന്നും നോക്കണ്ട, വേറെ ആരെയും നോക്കണ്ട. ആരാധിക്കുന്നവരാണോ പ്രാപിക്കണോ? പ്രാപിച്ചോ. പരിധികൾ പൊട്ടുകയാണ്. ചിലരുടെ തലയ്ക്ക് മീതെ ദൈവാത്മാവ് ഇറങ്ങി എന്ന് പറയുകയാണ്. പരിധി പൊട്ടുകയാണ്, പരിധി പൊട്ടുകയാണ്, പരിധി പൊട്ടുകയാണ്, പരിധി പൊട്ടുകയാണ്, പൊട്ടുകയാണ്. ചില ശരീരങ്ങളെ ദൈവാത്മാവ് തൊടുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ചില ശരീരങ്ങളിൽ ദൈവശക്തി അനുഭവിക്കുന്നു. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ the power of God touch your people right now. കൊതിച്ചോ ഇറങ്ങുക ദൈവ സാന്നിധ്യം. തുറന്നു വിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്തെ തുറന്നു വിട്ട് പ്രാർത്ഥിക്കുന്നു. കൃപാവരങ്ങൾ ജ്വലിക്കുന്നു, കൃപാവരങ്ങൾ ജ്വലിക്കുന്നു, കൃപാവരങ്ങൾ ജ്വലിക്കുന്നു, കൃപാവരങ്ങൾ ജ്വലിക്കുന്നു, കൃപാവരങ്ങൾ ജ്വലിക്കുന്നു. നിന്റെ നാവിൽ പുതിയ അധികാരം, നിന്റെ നാവിൽ പുതിയ ഭാഷ, നാവിൽ പുതിയ ഭാഷ, അന്യഭാഷയോട് ആരാധിച്ചോ, വിട്ടുകൊടുത്തോ. നാവിൽ പുതിയ ഭാഷ, നാവിൽ ചില അധികാരം.
രാജാവായി Receive it. Receive it. കരങ്ങളെ തട്ടി പ്രാപിക്കുന്നത് കരങ്ങളെ തട്ടി. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കായി 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 നിന്റെ നാവിൽ പുതിയ അധികാരം, 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 നിന്റെ നാവിൽ പുതിയ അധികാരത്തെ പ്രാപിച്ചോ. വലിയ നിറവ് നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കാൻ പോവുക. എഴുതി വെച്ചു മകനെ, സീസൺ ചേഞ്ച് ആകാൻ പോവുക. പുതിയ ചെറുത് പ്രാപിച്ചോ. നാവിൽ അധികാരം, പുതിയ ഭാഷ. Receive it. 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 പരിധി പൊട്ടിയാണ്. പരിധി പൊട്ടിച്ചുകൊണ്ട് ഒരാത്മ സാന്നിധ്യം നിന്നെ സ്പർശിക്കുകയാണ്. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. കൊതിക്കുന്നവർ പ്രാപിച്ചോ. പരിശുദ്ധങ്ങൾ പകരുകയാണ്. ദൈവമേ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചോ. തൊടുന്നു 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 തൊടുന്നു. വിട്ടുകൊടുത്ത കുഞ്ഞുങ്ങളെ കൊതിച്ചോ. എങ്ങനെ വേണേലും ആരാധിച്ചോ. ദൈവം സ്പർശിക്കുകയാണ്. ആത്മാവ് പകരുകയാണ്. പരിധി പൊട്ടട്ടെ, പരിധി പൊട്ടട്ടെ, പരിധി പൊട്ടട്ടെ, പരിധി പൊട്ടട്ടെ, പരിധി പൊട്ടട്ടെ. സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ പ്രാപിച്ചോ. Jesus, 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 presence of God. Fill your people. അങ്ങേയറ്റം വരെ, അങ്ങേയറ്റം വരെ, അങ്ങേയറ്റം വരെ. ഇരു സൈഡിലും, ഇരു സൈഡിലും കൊതിക്കുന്നവരുടെ മേൽ പരിശുദ്ധമോ പകർച്ച. Jesus. കൊതിച്ചോ. ചിലരോട് പറയുന്നു കൊതിച്ചോ. നിന്റെ ലൈഫിനെ മാറ്റാൻ വേറെ ആർക്കും സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങിയ നിന്റെ പരിധി പൊട്ടു. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ നിറയ്ക്കണേ അപ്പ. നിറയ്ക്കണേ അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ. സാധാരണമായ ഒരു സാന്നിധ്യം ഈ മനുഷ്യൻ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആഴത്തിലൊരു സ്പർശനം അനുഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു വീട്ടിൽ പോയാലും ചിലർക്ക് അനുഭവം ഉണ്ടാവാൻ പോവാ. വീട്ടിൽ പോകുമ്പോ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നിന്റെ പരിധി വിട്ട് ചില മിനിറ്റുകൾ ദൈവാത്മാവ് സ്പർശിക്കാൻ പോവുക. അതിന്റെ സീസൺ തുടങ്ങിക്കഴിഞ്ഞു. നിന്നെ ദൈവം തൊടും. കൊതിച്ചു പ്രാർത്ഥിച്ചു. യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോ ശക്തി ലഭിക്കും. യെരൂശലേമിലും യഹൂദയിലും ലോകത്തിന്റെ അറ്റത്തോളം പോയി നിങ്ങൾ എന്റെ സാക്ഷികളാണ്. അതിന്റെ 14 വചനം വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 1:14. സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് അല്ല 1:14 യാക്കോബിന്റെ മകനായ അപ്പോസ്തലപ്രവൃത്തി 1:14 ഇവരെല്ലാവരും 14 വായിച്ചോ. യാക്കോബിന്റെ വായിച്ചോ. യാക്കോബിന്റെ മകനായ യൂദ, അവരെല്ലാവരും സ്ത്രീകളും 14-16
14 ആ വാക്യം വായിച്ചോ. അവരെല്ലാവരും സ്ത്രീ. യാക്കോബിന്റെ മകനായ യൂദ ആ. ഇവരെല്ലാവരും ആ. സ്ത്രീകളോടും ആ. യേശുവിന്റെ അമ്മയായ മറിയോടും ആ. അവന്റെ സഹോദരന്മാരോടും കൂടെ ആ. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. സ്ത്രീകളും യേശുവിന്റെ അമ്മയായ മറിയയും സഹോദരൻ എല്ലാവരും എന്ത് ചെയ്തു? ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അവർക്ക് യേശു പറഞ്ഞത് അവരനുസരിച്ചു. ഒന്നിച്ച് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? സഹോദരിമാരും യേശുവിന്റെ അമ്മ മറിയയും യാക്കോബിന്റെ മകനായ യൂദ. ഓക്കെ, ഇവരെല്ലാം ഇവിടെ പ്രാർത്ഥിച്ചു. ഇനി തട്ട് വായിച്ചു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ. മതി. എത്ര പേരുണ്ടായിരുന്നു? 120. ഒരു 120 പേരെന്ത് ചെയ്തു? കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ഇനി അപ്പോസ്തലപ്രവൃത്തി 2:1 വായിച്ചേ. 1-4. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. അങ്ങനെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തെ ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഇവരൊന്നിച്ച് 120 പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. വേഗത്തിൽ വായിച്ചു തരട്ടെ. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ശ്രദ്ധിച്ചേ, കൊടിയ കാറ്റടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്താണ് എന്താ പറഞ്ഞ? പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്നത് പോലെ. എല്ലാവരും അറിയാവുന്നവരെല്ലാം സഹകരിച്ചു. നിങ്ങൾ ഇങ്ങനെ നമ്മൾ ഇരിക്കാതെ അറിയാവുന്ന വാക്കിനെ കയറി പിടിച്ചോണം. ഓക്കെ. ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. പരിശുദ്ധാത്മാവ് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്നു. നാവാൽ എല്ലാവരുടെ മേൽ എന്ത് ചെയ്തു? വന്നു പതിഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പതിഞ്ഞു. എല്ലാവരുടെ മേൽ നിറച്ചു. ഒരു കാറ്റടിക്കുന്ന അനുഭവം ഉണ്ടായി. ആത്മാവിന്റെ അനുഭവമുണ്ട്. ഓരോരുത്തരുടെ മേൽ വന്നെന്ത് ചെയ്തു? ഇറങ്ങിയ വീട് നിറച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇറങ്ങണം. അവരുടെ ഭാഷ മാറി. അവർ അന്യ ഭാഷയിൽ എന്ത് ചെയ്തു? സംസാരിച്ചു തുടങ്ങി. ഇതുവരെ സംസാരിച്ച ലാംഗ്വേജ് തിരിയാൻ മാറി. നാവിന്റെ മേൽ ആത്മനിയന്ത്രണം വെളിപ്പെടാൻ തുടങ്ങി. ഭാഷ എന്ത് ചെയ്തു? മാറി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കേൾക്കണം. ആളെ മാറ്റും. പരിനിമിത്ത് കാണാം. ശൗല് ആള് മാറിയവനെ പോലെ മാറ്റി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാത്തോണ്ട് നമ്മുടെ, ഞാൻ പറയുന്നത്, സ്വഭാവം ഉൾപ്പെടെ മാറ്റും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ സ്വഭാവം ഒന്ന് മാറണം? സത്യസന്ധൻ എല്ലാവരും, നമുക്കെല്ലാം ഓരോ കുറവുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് മാറ്റും. ഏൽപ്പിച്ചു കൊടുക്കാമോ? കോപം ഏത് വഴിക്ക് വന്നത് നമുക്കറിയത്തില്ല. പല ഇതിനെ നമുക്ക് സഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള, സ്നേഹത്തിൽ വർദ്ധിക്കാനുള്ള കഴിവ് ദൈവാത്മാവ് തരും. ആർക്ക് തരാൻ പറ്റും? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൽ നിറയാതെ മറ്റു ചിലർ നിറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നത്. പകരം ആത്മാവ് കൊണ്ട് നിറഞ്ഞു തുടങ്ങുമ്പോൾ ഈ സാധനം പുറത്തു വരും. നമുക്ക് ക്ഷമിക്കാൻ തുടങ്ങും, ധരിക്കാൻ തുടങ്ങും. നമ്മുടെ മൈൻഡ്, നമ്മൾ ആലോചിച്ചു, ഞാൻ എപ്പോഴും പറയാലോ, മനസ്സ് ഫ്രീ ആയാൽ 99% റെഡിയായി. പുറകെ പറയാം, മനസ്സ് ശരിയായാൽ 99% റെഡിയായി. ഇത് ശരിയാവാൻ വിഷയം സമ്മതിക്കത്തുമില്ല. കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ കഴിഞ്ഞ ബുധനാഴ്ച പ്രസംഗിച്ച മെസ്സേജ് നിങ്ങളൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാന്ന ടൈറ്റിലുള്ള ആ മെസ്സേജ് ശ്രദ്ധിക്കും. അവിടെ ഇതാ ഈ കാര്യത്തെക്കുറിച്ച് നല്ലൊരു മെസ്സേജ്, നിങ്ങളത് കേൾക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്താൽ ആത്മാവ് നമ്മളെ നിറച്ച് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. ആ നാവിന്റെ ലാംഗ്വേജ് മാറ്റി ഉയരത്തിന്റെ ശബ്ദം തുടങ്ങി. കേട്ടവർ ഓടിക്കൂടി. കാരണം ആ ഭാഷ അപ്പ കേട്ടത് അവരവരോടെ പല സ്ഥലത്ത് നിന്ന് പെരുന്നാളിന് വന്നതാ. പല ഭാഗത്തുള്ളവരുടെ പല ഭാഷകൾ ഇവരുടെ നാവിൽ നിന്ന് പൊങ്ങി വരാൻ തുടങ്ങി. അതർ ടങ്സ് പൊങ്ങി വരാൻ തുടങ്ങി. ചിലർ വേച്ചു വീഞ്ഞു കുടിച്ച് മദ്യപിച്ച് ഏതാണ്ടൊക്കെ പിച്ചും പേയും അങ്ങനെ വെളിയിലുള്ളവർക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ആരാധന വെളിയിലുള്ളവർക്ക് ആത്മാവില്ലാത്തതും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് തോന്നി. അവരെ നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. അവർക്ക് അത്ര അറിയത്തുള്ളൂ. നമ്മളതിന് വിഷമിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമല്ല. അപ്പോസ്തലപ്രവൃത്തി 2 മുതലേ പ്രശ്നമുണ്ട്. സഭ തുടങ്ങിയപ്പോഴേ പ്രശ്നമുണ്ട്. എന്തുവാ? വെളിയിലുള്ളവർക്ക് ഇത് കാര്യം മനസ്സിലാവത്തില്ല. എടാ, ഇതെന്തൂടെ വീഞ്ഞു കുടിച്ച് ഏതാണ്ട് അവിടെ പിച്ചും പേയും പറയുന്ന പോലെ ഏതാണ്ടൊക്കെ പറയുന്നു. ഇത് ഏതാണ്ടൊക്കെ പറയല്ല, ആത്മാവ് ഇറങ്ങുന്നവന്റെ നാവിനെ നിയന്ത്രിക്കുന്നേ. ആത്മാവിന്റെ ഭാഷ പുറത്തു വരുന്നത്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ,
നമ്മൾ അവിടെ കൊണ്ട് നിൽക്കരുത്. നമ്മുടെ മുഴുവൻ നിയന്ത്രണത്തിന് ഏറ്റെടുത്ത് കൊടുക്കണം. അവിടാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ അനുഭവം വരാത്തത് വെച്ചാൽ, പിന്നെ നമ്മുടെ സ്വഭാവം മറന്നതെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിനെ നമ്മൾ ഫുൾ വിധേയപ്പെടുത്തുക. ആ ആരാധനയിൽ, ആ പ്രസൻസിൽ, ആത്മസ്പർശനത്തിന് മാത്രം വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ആ അനുഭവങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞുള്ളതും വരണം. നമുക്ക് അതിൽ വേറെ ദിവസം ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു. ആൾ ഓടിക്കൂടി. ഇതെന്തോ വീഞ്ഞു കുടിച്ച് മത്തരായോ എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് ചാടി എഴുന്നേറ്റു. 2:14 വായിക്കുമ്പോൾ പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് 15 വായിച്ചേ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് പകൽ 3-ാം മണി നേരമേ ആയുള്ളൂ. ഇത് ലഹരി പിടിച്ച് എന്തെങ്കിലും പറയുന്നതല്ല. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ. ഇത് യോവേൽ പ്രവാചകൻ മുതൽ പറഞ്ഞ ദൈവത്തിന്റെ ആലോചനയാണ്. എന്താ? അടുത്ത വാക്ക് വായിക്കുമ്പോൾ 17 മുതൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. എന്റെ ആത്മാവിനെ പകരും. ഇത് വീഞ്ഞു കുടിച്ച് മത്തരായതല്ല. വർഷങ്ങൾക്ക് മുമ്പ് യോവേല് പ്രവചിച്ചു. ഇതെന്താണ്? യോവേല് പ്രവചിച്ചതാ. അന്ന് യോവേല് പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ, ഈ എൻ ടൈമിൽ സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ദൈവത്തിന്റെ ഭക്തത്വം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു. ഞാൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഈ പകരുവാന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പം അവിടെ ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ്സിലേക്ക് ഈ അടുത്ത ഗ്ലാസ്സിലേക്ക് പകരുവാന്ന് പറഞ്ഞാൽ എങ്ങനെ? അടുത്ത ഗ്ലാസ്സിലോട്ട് എന്ത് ചെയ്യുക? അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒന്നും പിടുത്തമില്ല, ഒഴിച്ചു കൊടുക്കുക. അളവില്ലാതെ പകരുക. ഉയരത്തിൻ്റെത് പകരുക. എന്നിട്ട് വെറും പകരും മാത്രമാണോ? അന്ത്യകാലത്ത് സകലയിടത്തിന് മേലെ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഒരാളെ പോലും ഒഴിച്ചു വെച്ചിട്ടില്ലെന്ന്. വയസ്സായവര്, വൃദ്ധന്മാര്, യൗവനക്കാര്, ആരോ ആയിക്കോട്ടെ, ഓരോരുത്തരുടെ മേലും ഞാൻ വ്യത്യസ്ത അളവിൽ ഞാൻ പകരും. ചില സ്വപ്നങ്ങൾ കാണും, ചില ദർശനങ്ങൾ കാണും, ചിലര് പ്രവചിക്കും. എത്ര പേര് കൊതിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം ചിലത് കാണിക്കട്ടെ, അത് നാളുകളിൽ ദൂതായി മാറട്ടെ, ചില ദൈവപ്രവൃത്തിയായി മാറട്ടെ. നിങ്ങളോടുള്ള ദൂത് ഒരു പ്രവാചകനും പറയണ്ട, രാത്രി നിന്നോട് ദൈവാത്മാവ് കാണിക്കും. അത് പ്രാർത്ഥിച്ചു വെച്ചോ. ഒന്ന് പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ ദൈവദാസനോട് ഷെയർ ചെയ്തോ, അത് നിറവേറ്റും. എത്ര പേർക്ക് അങ്ങനെ കൊതിയുണ്ട്? ഹല്ലേലൂയ. ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് അങ്ങനെ ദൈവം പകരുന്നുണ്ട്, എനിക്കറിയാം. ഹല്ലേലൂയ. അവരോട് ദൂതൊന്നും ആരും പറയേണ്ട കാര്യമില്ല. പരിശുദ്ധമ്മ കാണിച്ചോണേ, പാസ്റ്റർ ഇത് കാണിച്ചു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചോണേ. അടുത്ത ആഴ്ചകൾ അവരുടെ കൂടാരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അതല്ല, ചിലതിനെ ശാസിച്ചു മാറ്റേണ്ടതാണെങ്കിൽ, തിന്മയാണെങ്കിൽ ശാസിച്ചു മാറ്റാൻ നിങ്ങൾ വളർന്നു വരണം. അങ്ങനെ വളർന്നു വരണം. അങ്ങനെ വിശ്വാസികൾ വളർന്നു വരണം. എന്നും ഞാൻ മാത്രം പ്രാർത്ഥിക്കുന്ന അനുഭവമല്ല. ഹല്ലേലൂയ. നിങ്ങളെയും കൂടെ ആത്മാവിൽ നിറച്ച് നിങ്ങൾ സ്വപ്നങ്ങൾ കാണാം, നിങ്ങൾ ദർശനങ്ങളെ കാണാം, നിങ്ങൾ പ്രവചനം പറയും. ആ ലെവലിലേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊതിക്കണം. ഞാൻ പറയുന്നത്, ജീവിതത്തെ ഏറ്റവും കൂടുതൽ കൊതിക്കേണ്ടത് നല്ല മൊബൈൽ ഫോണിനേക്കാൾ, നല്ല ടാബിനേക്കാൾ, നല്ല വണ്ടിയേക്കാൾ, നല്ല ബൈക്കിനേക്കാൾ, നല്ല ഡ്രസ്സിനേക്കാൾ ലൈഫിൽ ഒന്നാമത് കൊതിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊതിക്കാൻ തുടങ്ങാമോ, അത് മതി. ബാക്കിയൊക്കെ അതിന്റെ തന്നെ വന്നോളൂ. ആ നദിയിൽ ഒഴുകി വരേണ്ടതെല്ലാം തന്നെ വന്നോളൂ. ജീവിതത്തിൽ കൊതി, ജീവിതത്തിൽ പ്രണയബന്ധം, ജീവിതത്തിൽ ഒരേ ഒരു സംഭവം പരിശുദ്ധാത്മാവുമായിട്ടാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കും. ഇത് എന്തിനാ ഈ മെസ്സേജ് കഴിഞ്ഞ കുറെ ആഴ്ചയായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നറിയാം. ഇതിന്റെ അകത്ത് ചിലരെ ദൈവം പകർക്കാൻ പോവുക, ചില സ്വപ്നങ്ങൾ കാണാൻ പോകുക, ചില ദർശനങ്ങളെ കാണാൻ പോകുക, ചിലർ ആലോചന പറയുന്നവരായി മാറുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ട്. എഴുന്നേറ്റ് വരും. ഈ കൊതി നമ്മുടെ
മെമ്പർ, ഇങ്ങനെ പോകാൻ മാത്രമല്ല ദൈവം വിളിച്ചത്. നമ്മളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു നിറവിന്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. സത്യം പറഞ്ഞാൽ പരിശുദ്ധാൻ, നമ്മൾ ഈ നല്ല വണ്ടി വാങ്ങിച്ചിട്ട് ഈ പെട്രോളും എഞ്ചിനും പരിപാടിയൊന്നും ഇല്ലെങ്കിൽ വണ്ടി കൊള്ളാം, അവിടെ ഇരിക്കാന്നേ ഉള്ളൂ, ഒരു ചലനം ഉണ്ടാകത്തില്ല. വണ്ടി കൊള്ളാം, കയറാൻ കൊള്ളാം, ഇരിക്കാൻ കൊള്ളാം, പക്ഷെ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും കൊള്ളാം? അതിന് പെട്രോൾ വേണം, ഫ്യൂല് വേണം, അതിന്റെ പവർ വേണം. എങ്കിലും ഓടുമ്പോഴേ ആ വണ്ടിയുടെ പ്രയോജനം കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. മറ്റേ വണ്ടിയാണോ എന്ന് വെച്ചാൽ വണ്ടിയാണ്, പക്ഷെ വണ്ടിയുടെ പ്രയോജനം കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്യൂല് വേണം, എഞ്ചിനും അതിന്റെ പവറും വേണം എന്ന് പറയുന്ന പോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കൊതിച്ചാൽ അത് നമ്മുടെ ലൈഫിൽ അനുഗ്രഹമായി. അത് നിങ്ങളിട്ട് ചലിപ്പിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ ഇത് പത്രോസ് പ്രസംഗിച്ചു, ഇത് യോവേൽ പ്രവചനം പറഞ്ഞതാ. വീഞ്ഞു കുടിച്ച് മത്തരായതല്ല, ഓടിക്കൂടിയവരെ, ഇത് വീഞ്ഞു കുടിച്ച് മത്തരായതല്ല. പ്രവാചകന്മാർ മുമ്പേ പ്രവചിച്ചതാണ് ആത്മപകർച്ചയുടെ നാളുകൾ ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീസണിൽ നമ്മൾ തുടങ്ങി, അതിൽ വീണ്ടും നമ്മൾ തുറന്നുകൊണ്ടിരിക്കുക. എന്റെ കർത്താവിന്റെ വരവ് മുമ്പേ ഈ നാളും ഈ അന്ത്യകാലഘട്ടത്തിന്റെ അന്ത്യസമയങ്ങളിലേക്ക് പൊക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുടെ നാളുകളാണ്. നമ്മുടെ ജീവിതാനുഭവം എന്തോ ആയിക്കോട്ടെ, വ്യത്യസ്ത അനുഭവങ്ങളിൽ ഇരിക്കുന്നവരാകാം, പക്ഷെ ആത്മാവിന്റെ പകർച്ചയുണ്ട്. ആത്മാവിന്റെ പകർച്ചയുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് പരിചയമുള്ള ഒരാള്, അദ്ദേഹത്തിന് പരിചയം ഡോക്ടർ, നമ്മുടെ കേരളത്തിൽ ഒരു ഡോക്ടറിന്റെ ഒരു സംഭവം പറയാം. ഡോക്ടറാ, പക്ഷെ വിശ്വാസിയാ. രോഗങ്ങളെല്ലാം ചികിത്സിക്കും, മരുന്നെല്ലാം കൊടുക്കും, എല്ലാ കാര്യങ്ങളും കൊടുക്കും. 2-3 പറയും മരുന്നൊക്കെ കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ ഈ ഡോക്ടർ അടുത്ത് വരുന്നുണ്ട്, പറയും ഈ മരുന്നൊന്നും പോയില്ലല്ലേ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയും. കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് ആ മനുഷ്യനെ. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ഏത് മേഖലയിലാണോ നമ്മൾ നിൽക്കുന്നത്, ആ മേഖലയെ ശക്തി നിറച്ച് നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ പത്രോസ് ഇനി ശ്രദ്ധിച്ചോണം, ആത്മാവിന്റെ പ്രവൃത്തി പറയാൻ പോയേ. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു തുടങ്ങിയപ്പോ കേട്ടവർ ഈ യേശുവിനെ കുറിച്ച് അങ്ങ് പ്രസംഗിച്ചത്. നിങ്ങൾ കേട്ടത് ആത്മാവ് വന്നതാ. ഈ ആത്മാവ് വരാൻ ദൈവം വാഗ്ദത്തം ചെയ്തതാ. ആ വാഗ്ദത്തം ചെയ്തവൻ ഉയരത്തിലേക്ക് പോയി. അവൻ ഉയരത്തിലേക്ക് പോകുന്നതിന് മരിച്ചു, അടക്കപ്പെട്ടു. ഈ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അങ്ങോട്ട് പറയാൻ തുടങ്ങി. പറഞ്ഞു വന്നപ്പോൾ അതിനെയാണ് ശ്രദ്ധിച്ചത്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2:36 തൊട്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഈ സഭായോഗത്തിന്റെ അവസാന മിനിറ്റുകളിൽ ഈ വചനത്തെ ഒന്ന് ശ്രദ്ധിച്ച്. അപ്പോസ്തലപ്രവൃത്തി 2:36 മുതൽ വചനം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഈ വചന ശുശ്രൂഷ നടന്നപ്പോൾ അവരുടെ ഉള്ളിൽ എന്തോ ഉണ്ടായി, കുത്തുണ്ടായി. അവർക്കൊരു വേദന പോലെ തോന്നി. ചേടാ, ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ. ഇവിടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടങ്ങുന്ന. ഒരു മനുഷ്യന് വചനം കേൾക്കുമ്പോൾ അവത്ത് എന്തുണ്ടായി, കുത്തുണ്ടായി. എന്തോ ചെയ്യണോന്ന് ചോദിച്ചു. 28. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. കണ്ടോ, മാനസാന്തരപ്പെട്ട് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന അനുഭവത്തിലേക്ക് പിന്നെ സ്നാനത്തിലേക്ക് വരും. അപ്പൊ ദൈവാത്മാവിന്റെ പ്രവൃത്തി ഒരു വ്യക്തിയിൽ പാപബോധത്തെ ഉണ്ടാക്കും. അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അവനെ വീണ്ടും ക്രിസ്തുവിൽ ജനിക്കുന്ന അനുഭവം ഉണ്ടാകും. അതായത് പുതുജീവൻ നൽകി അവനെ രക്ഷിക്കപ്പെടുത്തുന്നത് ആത്മാവിന്റെ പ്രവൃത്തിയാണ്. വചനം കേട്ടപ്പോ കുത്തുകൊണ്ടു. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. യോഹന്നാൻ കിടപ്പുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും യോഹന്നാൻ 16:8 അതാ കിടക്കുന്നത്. ഞാൻ പോകുന്നത് നല്ലതാണ്, പോയാൽ കരിശം വരും, അവൻ വന്നാൽ പാപത്തെക്കുറിച്ച് ഇവർക്ക് കുത്തുതോന്നി. വചനം കേട്ടപ്പോ എന്ത് തോന്നി? ഈ യേശുവിനെ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അത് നീതി എന്താ? ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നതാണ് നീതി. അത് യേശു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് നീതീകരിക്കാൻ പറ്റത്തില്ല. നീതി യേശു ക്രിസ്തുവിൽ കൂടെയാണ്. ന്യായവിധിയെ കുറിച്ചും ബോധം ഇവർക്ക് ബോധം. ഇവര് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്തോ ചെയ്യണ്ടേ? അത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പാപത്തെ കുറിച്ചൊരു ബോധം വന്ന് ഉള്ളി മാനസാന്തരം വന്ന് യേശുവിനെ സ്വീകരിക്കുന്ന പ്രവൃത്തിയാണ് ആത്മാവ് ഒരു വ്യക്തി ചെയ്യുന്നത്.
ഏറ്റവും വലിയ പ്രവൃത്തിയാണ് ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തി, മനുഷ്യ ഹൃദയങ്ങളെ മാറ്റാൻ. ഇന്ന് ലോകക്കാര് സമൂഹം പറയുന്ന പോലെ മതം മാറുക അല്ല, പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയങ്ങളെ ചേഞ്ച് ആക്കുകയാണ്. എന്റെ 20-ാമത്തെ വയസ്സിൽ സുവിശേഷ യോഗത്തിന് ഇതുപോലെ ബാക്കിൽ പോയിരുന്നപ്പോൾ അന്ന് കേട്ട വചനവും ചലിച്ച ആത്മസാന്നിധ്യവും 20-ാമത്തെ വയസ്സിൽ ആ പ്രായത്തിൽ എൻ്റെ ഉള്ളിൽ വചനം ക്രിയ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ കുറ്റബോധം വരാൻ തുടങ്ങി. ആത്മാവ് പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ തുടങ്ങി. അതെന്നെ കർത്താവിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അതാ കൊരിന്ത്യർ പറഞ്ഞത്, ആത്മാവില്ലാതെ ആർക്കും യേശു കർത്താവെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ഹൃദയത്തിൽ വരുമ്പോ അവന് രൂപാന്തരം ഉണ്ടാവുകയാണ്. കുത്തുകൊള്ളുക, ഇതുവരെ ഞാൻ ജീവിച്ചതല്ലല്ലോ, എന്റെ യേശുവിനെ സ്വീകരിക്കണം. നിങ്ങൾ സ്വീകരിച്ച് സ്നാനപ്പെടുവേ. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ സ്നാനപ്പെടാൻ, യേശുവിനെ സ്വീകരിക്കാൻ പറയും. ഇനി അതിന്റെ റിസൾട്ട് അതിന്റെ താരോട്ട് വായിക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അതിന്റെ 41 തൊട്ടൊന്ന് വായിച്ച്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്നേ 3000-ഓളം പേർ അവരോട് ചേർന്നു. ആമേൻ. അപ്പൊ വെള്ളത്താലും ആത്മാവിനല്ലാതെ ആർക്കും എന്ത് ചെയ്യത്തില്ല, വീണ്ടും ദൈവരാജ്യത്തിൽ കടപ്പാൻ സാധിക്കുന്ന വചനം പറയും. ആത്മാവിന്റെ പ്രവൃത്തി ഒരു മനുഷ്യനിൽ പുതിയ ജനനം നൽകുന്നത്. ദൈവാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. സുവിശേഷം പറയുമ്പോൾ ആത്മാവാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ പ്രയറിലേക്ക് വരാൻ പോവുക. പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എത്ര പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു? 3000 പേര് അവിടെ ഓടിക്കൂടിയവര്. ഈ രൂപാന്തരം ദൈവാത്മാവ് കൊടുത്ത് ആദ്യ സഭയ്ക്ക് ജന്മം കൊടുത്തു. അതാണ് സഭയുടെ ബർത്ത്, അതാണ് സഭയുടെ പാരമ്പര്യം. എവിടാ സഭ തുടങ്ങി? എല്ലാരും ചോദിക്കും, സഭ എവിടാ തുടങ്ങി? സഭ ഇവിടാ സഭ തുടങ്ങിയത്. ആ സഭയുടെ സംഭവമാണ് നമ്മളും ആചരിക്കുന്നത്, നമ്മളും അത് ഫോളോ ചെയ്യുന്നത്. സഭ അവിടെ തുടങ്ങി. 3000 രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൂട്ടായ്മ. പരിശുദ്ധാത്മാവ് ആര് പ്രസംഗിച്ചപ്പോഴാണ്? ആര് പ്രസംഗിച്ചു? പത്രോസ് പ്രസംഗിച്ചു. ഇനി ആത്മാവിന്റെ പ്രവൃത്തി ശ്രദ്ധിച്ചു. ഇത്രയും പേര് ഓടിക്കൂടിയപ്പോൾ നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തനായോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ചാടി എഴുന്നേറ്റ് ആരാ പറഞ്ഞെന്നറിയാമോ? പത്രോസ പറഞ്ഞത്, ഇത് വീഞ്ഞു കുടിച്ചതല്ല, യോവേൽ പ്രവചനം പറഞ്ഞത് സംഭവിക്കുക. ഇതിന് തൊട്ട് മുമ്പേ പത്രോസിന്റെ അനുഭവം ഒന്ന് ചിന്തിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ 1 മിനിറ്റ് അത് ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. പരാജയപ്പെട്ടിരിക്കുന്നവന്റെ ജീവിതത്തിൽ ആത്മപകർച്ച വെളിപ്പെട്ടാൽ അവൻ ജയാളിയായി മാറും. പത്രോസിന്റെ തൊട്ടുമ്പോൾ അനുഭവം എന്നറിയാമോ? ആദ്യം അനുഭവം എന്നറിയോ? യേശു വന്നു, പടയിൽ നിറച്ച് വേലക്കിറക്കി. യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ അവസാന സമയമായപ്പോൾ യേശു പറയുന്നുണ്ട്, 2-3 കാര്യമുണ്ട്. നീ എന്നെ എന്ത് ചെയ്യും? തള്ളിപ്പറയും. അവൻ പറഞ്ഞു, ഞാൻ തള്ളി പറയത്തില്ല. യേശു പറഞ്ഞു, നീ തള്ളിപ്പറയും. നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങും പോകില്ല എന്നൊക്കെ ധൈര്യത്തോടെ പറഞ്ഞവൻ. യേശു പറയാണ്, നീ തള്ളിപ്പറയും. തള്ളിപ്പറഞ്ഞോ? യേശുവിനെ പത്രോസ് എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. അവിടെ ഒരു പരാജയം. സാക്ഷീകരിക്കാൻ ക്രിസ്തുവിനോട് നിൽക്കാൻ പറ്റിയില്ല. യേശു കർത്താവ് അവസാന ഗസ്തമേനയിൽ ആയിരിക്കുന്ന സമയത്ത് അവനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. അവനോട് പറഞ്ഞു, നീ ഒരു നാരിയെങ്കിലും എന്നോട് ഉണർന്ന് പ്രാർത്ഥിക്കും. അവന് പ്രാർത്ഥിക്കാൻ പറ്റിയോ? പ്രാർത്ഥിച്ചു. ഉറങ്ങിയായിരുന്നു. അവിടെയും പരാജയം. ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ പരാജയം. ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതിൽ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നു, അതുവരെ നിന്നു. അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യുന്നു? തള്ളിപ്പറഞ്ഞു. നോക്കി, നമ്മൾ പ്രത്യേകിച്ച് ഈ അടുപ്പിച്ചടുപ്പിച്ച് പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഏത് മനുഷ്യനും തകരും. 1-2 എണ്ണത്തിൽ നമ്മൾ പിടിച്ചിരിക്കും. വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മൾ പലരും തളരാൻ സാധ്യതയുണ്ട്. അടുത്ത പരാജയം. ഇനി ഇതെല്ലാം പോട്ട് യേശു മരിച്ചെന്നറിഞ്ഞപ്പോ, അല്ലെ യേശുവിനെ പിടിക്കപ്പെട്ടെന്നെല്ലാം കഴിഞ്ഞപ്പോ ഈ പത്രോസ് എന്ത് ചെയ്തു? പഴയ വലയെടുത്തോണ്ട് എന്ത് ചെയ്തു? പടവെടുത്ത് എന്ത് ചെയ്തു? മീൻ പിടിക്കാൻ പോയിട്ട് മീൻ പിടിച്ചു. എന്നിട്ട് വല്ലതും കിട്ടിയോ? വീണ്ടും ഒന്നും കിട്ടിയില്ല. പരാജയം. മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. എന്നാൽ നേരത്തെ മീൻ പിടിക്കാൻ പോയപ്പോ ഒന്നും കിട്ടില്ല. പക്ഷെ യേശു പറഞ്ഞിട്ട് വീണ്ടും വല ഇറക്കിയപ്പോ കിട്ടിയിട്ട് അവന്റെ ദൂതും പറഞ്ഞു, നീ ആരെ പിടിക്കുന്നവനാകും? ഇപ്പൊ മനുഷ്യനെ പിടിക്കാൻ നിൽക്കുന്നവൻ മനുഷ്യനെ പേടിച്ച് ഓടി യേശുവിനെ തള്ളി പറഞ്ഞു
ഒരു മീനെ പോലും കിട്ടാത്ത അവസ്ഥ, ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, പറഞ്ഞാൽ ഒരു 2-3-5 പരാജയം അടിക്കടി യേശുക്രിസ്തുവിന്റെ ജീവിത ആ അവസാനത്തെ ശുശ്രൂഷ സമയത്ത് പത്രോസിന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ഈ പത്രോസും കൂട്ടരുമാണ് അപ്പോസ്തലപ്രവൃത്തി 1:14 നമ്മൾ വായിച്ചത്. 120 പേർ ഒന്നിച്ചു കൂടിയിരുന്ന് എന്ത് ചെയ്തു? പറ, പ്രാർത്ഥിച്ചു. ആരും ഉണ്ടായിരുന്നു? പരാജയപ്പെട്ട പത്രോസും ഉണ്ടായിരുന്നു. പക്ഷേ 2 എന്ത് സംഭവിച്ചു? അപ്പോസ്തലപ്രവൃത്തി 2 ആത്മ പകർച്ച വെളിപ്പെട്ടു. ആത്മ പകർച്ച വെളിപ്പെട്ടു. ദൈവസാന്നിധ്യത്തിന്റെ പകർച്ചയുടെ കൊതിയ ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. പകർച്ച വെളിപ്പെട്ടപ്പോ ഒരു പെണ്ണിന്റെ മുമ്പിൽ, ബാല്യക്കാര്യത്തിന്റെ മുമ്പിൽ വരെ തെള്ളി പറഞ്ഞവൻ, എനിക്ക് ഈ പരിപാടിയൊന്നും വേണ്ട, ഞാൻ വീടും പിടിക്കാൻ പോവാന്ന് പറഞ്ഞ് ഓടിപ്പോയവൻ, ഒരു നാഴിക പോലും കർത്താവിന്റെ കൂടെ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ പരാജയപ്പെട്ടവൻ, അപ്പോസ്തലപ്രവൃത്തി 2 പറയുന്നു അവൻ ചാടി എഴുന്നേറ്റു. അവൻ ചാടി എഴുന്നേറ്റു. 1000 മുമ്പിൽ നിൽക്കുമ്പോൾ വേണമെങ്കിൽ ഒരു 10,000 പണം 3000 രക്ഷിക്കപ്പെട്ട് അകത്ത് കയറി, ഒരു 10,000 മിനിമം ഫ്രണ്ടിൽ കാണാം. 10,000 ചുറ്റും മുമ്പിൽ നിൽക്കുമ്പോ അവരെ നോക്കി പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിച്ചതല്ല, ഇത് യോവേൽ പ്രവചനം പറയുന്ന പോലെ ആത്മ പകർച്ചയാണ്. നിങ്ങൾ ക്രൂശിച്ചവനെ എന്റെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഹല്ലേലൂയ. അതാണ് ആത്മ പകർച്ചയുടെ ധൈര്യം. എവിടെ നീ ഒതുങ്ങിപ്പോയോ, എവിടെ നീ പരാജയപ്പെട്ടോ, അവിടെ നിന്നെ ചാടി എഴുന്നേൽപ്പിക്കുന്നതാണ് ആത്മ പകർച്ച. ഓ ശിബലബല ഹതരബല ഗലനഗദിയ ഉഡാബല ഹതര അരിഗദിയ. അടുത്തത് ശ്രദ്ധിച്ചോണം. അവനോടുള്ള വാഗ്ദത്തമാണ്, നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഒന്നും നടക്കാതെ പതറി നിന്നവൻ ആ ആത്മാവ് വന്നപ്പോൾ, ആദ്യ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവന്റെ പ്രസംഗത്തിന്റെ വലയ്ക്കകത്ത് 3000 പേര് കയറി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അവനോട് പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം പൂർത്തീകരിച്ചു. ഇന്ന് പകൽ നിനക്ക് കഴിവില്ലേലോ, നിന്റെ മുമ്പിൽ പലതും നടന്നില്ലേലോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്നോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളെ എന്റെ ദൈവം നിറവേറ്റ്. കരങ്ങൾ അടിച്ച് ഈ പരാജയപ്പെട്ട പത്രോസിനെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവന്ന പോലെ ഇന്ന് പകൽ ചിലതിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്.